ദൈവത്തിന്റെ വരദാനമായ സംഗീതത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങളും സിദ്ധിച്ച കലാകാരൻ, ജന്മന കാഴ്ച ഇല്ലെങ്കിലും സംഗീതത്തിൽ അപാരമായ ഉൾക്കാഴ്ചയുള്ള അത്യപൂർവ പ്രതിഭ. സംഗീതം ജീവവായുവാണ് രാകേഷ് രജനീകാന്ത് എന്ന ഭിന്നശേഷിക്കാരനായ യുവാവിന്. സംഗീതമെന്നാൽ ഈശ്വരൻ തന്നെയാണ്. ദൈവത്തിന് അത്രയേറെ പ്രിയപ്പെട്ടവർക്ക് മാത്രമേ സംഗീതത്തിന്റെ വാതായനങ്ങൾ ദൈവം തുറന്നിടുകയുള്ളൂ. പാട്ടുകളുടെ ലോകത്തേക്ക് ദൈവം കൈപിടിച്ചു നടത്തിയ മഹാപ്രതിഭയാണ് രാജേഷ് രജനീകാന്ത്. ജന്മന കാഴ്ചശേഷിയും സംസാരശേഷിയും ഇല്ല. 10 വയസ്സിന് ശേഷമാണ് പിച്ചവെക്കാൻ പോലും തുടങ്ങിയത്. എന്നാൽ 15 വയസ്സിന് ശേഷം പാട്ടുകൾ കേട്ടുപഠിക്കാൻ കുട്ടി നടത്തിയ പരിശ്രമം കുടുംബം ഏറ്റെടുത്തു. കൊല്ലം ലക്ഷ്മി നടയിലെ പുരാതന ഗുജറാത്തി കുടുംബമാണ് രാകേഷിന്റേത്. 6 സഹോദരന്മാരും അവരുടെ കുടുംബവുമടങ്ങുന്ന കൂട്ടുകുടുംബത്തിന്റെ അകമഴിഞ്ഞ പിന്തുണ രാകേഷിന്റെ ജീവിതം വഴിമാറ്റി. കേരളത്തിലും വിദേശ രാജ്യങ്ങളിലുമായി 700ഓളം വേദികൾ ഇതിനോടകം പിന്നിട്ടു. രാകേഷിനെക്കുറിച്ച് ചെറിയച്ഛൻ കൃഷ്ണകുമാർ: കാസറ്റ് കേൾപ്പിക്കുമായിരുന്നു. പക്ഷെ അത് കേട്ട് കാസറ്റ് റിവാൻഡ് സ്വന്തമായിട്ട് ചെയ്ത് പഠിച്ചു. പിന്നെ അത് പൊട്ടിക്കും, പിന്നെയും കരച്ചിലും ബഹളവും, പിന്നെയും കാസറ്റ് മേടിക്കും, ടേപ്പ് റെക്കോർഡ് മേടിക്കും. അങ്ങനെയായിരുന്നു അച്ഛൻ ചെയ്ത്. അങ്ങനെയാണ് ഇന്ന് ഇവന് കിഷോറിന്റെയും മുകേഷിന്റെയും പാട്ട് ഇത്രയും തറവായിട്ട് പാടാനുള്ള അനുഗ്രഹം കിട്ടിയിരിക്കുന്നത്. സംസാരശേഷിയില്ലാത്ത എന്നാൽ ഏറ്റവും മനോഹരമായി പാട്ടുകൾ പാടുന്ന അപൂർവ പ്രതിഭയാണ് രാകേഷ്. നിരവധി പുരസ്കാരങ്ങളും ആദരങ്ങളും രാകേഷ് ഏറ്റുവാങ്ങി. സംഗീതമാണ് രാകേഷിന്റെ ഭാഷ. ജീവിതത്തിന്റെ സുഖദുഃഖങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുന്നതിനും സംഗീതം മാത്രമേ രാകേഷിന് തുണയായുള്ളൂ. രാകേഷ് രജനീകാന്ത് എന്ന അനുഗ്രഹീത ഗായകന്റെ സംഗീതയാത്ര അനുസ്യൂതം തുടരുകയാണ്. നമുക്കും ഇദ്ദേഹത്തോടൊപ്പം ഈ യാത്രയിൽ പങ്കുചേരാം, എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട്. ജില്ലാ വാർത്തകൾക്ക് വേണ്ടി ക്യാമറാമാൻ കൃതേഷ് വേങ്ങേരിക്കൊപ്പം നിഷിത സുരേഷ്, കോഴിക്കോട്.